ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസുണ്ടല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ട് എം.ആർ. അജിത് കുമാർ വിശദീകരണം നൽകിയതിന് പിന്നാലെ DGP ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് തിരുത്തിയതിൽ തനിക്ക് പങ്കില്ലെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. അന്വേഷണം അട്ടിമറിക്കാൻ അജിത് കുമാർ നേരിട്ടിടപെട്ടു എന്നതിന് തെളിവുകളില്ലെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങിയേക്കില്ല. നിയമവശങ്ങളൊക്കെ പരിശോധിച്ച് നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. VS അനുവാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേർന്നത്. അനു, ഗുഡ് മോർണിംഗ് അനു. ഇപ്പം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു തണൽ ലഭിച്ചിരുന്ന, അതല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിരുന്ന ഒരു സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എം.ആർ. അജിത് കുമാർ. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ എം.ആർ. അജിത് കുമാറിന് കൃത്യമായി പങ്കുണ്ടെന്ന് SIT കണ്ടെത്തിയിരുന്നു. പിന്നീട് SIT കണ്ടെത്തിയ കാര്യം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരടക്കം ഉള്ളവരെ രക്ഷിക്കാൻ വേറൊരു രക്ഷാപ്രവർത്തനം സേനയ്ക്കുള്ളിൽ എം.ആർ. അജിത് കുമാർ നടത്തിയെന്നൊരു ഗുരുതരമായ കണ്ടെത്തൽ SIT നടത്തിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ അജിത് കുമാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതിൽ DGP സർക്കാരിന് ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിൽ അദ്ദേഹം എഴുതുന്ന ശുപാർശ എന്തായിരിക്കും എന്നറിയാനാണ് കൗതുകം. അതിന്മേൽ സർക്കാർ എടുക്കുന്ന നടപടി എന്താകും എന്നറിയാനും കൗതുകമുണ്ട്. അപ്പം നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണമാനോ? ഗുഡ് മോർണിംഗ് സേതു. ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് ആദ്യം DGP റവാഡ ചന്ദ്രശേഖരൻ നൽകിയത്. പക്ഷേ ആ റിപ്പോർട്ടിൽ ചില വ്യക്തതകൾ വേണമായിരുന്നു. കാരണം എം.ആർ. അജിത് കുമാർ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടതായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ റിപ്പോർട്ട് തിരുത്തിയതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഗ്രേഡ് SIമാർ അന്ന് മൊഴി നൽകിയിരുന്നത്. ഒരാളാണ് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കും ഏതെങ്കിലും തരത്തിൽ DGP എം.ആർ. അജിത് കുമാർ നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവ് ഇല്ലായിരുന്നു. അതിനുശേഷം DGP തന്നെ 5 കാര്യങ്ങൾ വ്യക്തത വരുത്താൻ അന്ന് ഈ അന്വേഷണ സംഘ തലവനായിട്ടുള്ള SP ഷൗക്കത്ത് അലിയോട് നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് റിപ്പോർട്ട്, ഈ വ്യക്തത വരുത്തിയ റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് DGP എം.ആർ. അജിത് കുമാറിനോട് ഈ വിഷയത്തിലെ വിശദീകരണം ചോദിച്ചത്. അദ്ദേഹം ഇന്നലെ വിശദീകരണം നൽകുകയും ചെയ്തു. താൻ ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഈ തിരുത്തി എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിൽ താൻ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുക ആയിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല, ഈ റിപ്പോർട്ട് തിരുത്താൻ താനൊരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യവും പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ DGP ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറും. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്യുമോ എന്നുള്ളതാണ് സേതു പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും ആകാംക്ഷയുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഒരു ADGPയെ പോലെ സംസ്ഥാനത്തെ മുതിർന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവില്ലാതെ നടപടിയെടുത്താൽ ഒരുപക്ഷെ അദ്ദേഹം കോടതിയിൽ പോകാനും സർക്കാരിന് തിരിച്ചടി കിട്ടുന്ന തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ എത്തുമോ എന്നുള്ള ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ഓക്കെ അനു, ശരി.